പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു ശുശ്രൂഷയിലാണ് ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി വലിയ ദാഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി, ശക്തമായ ദൈവിക ഇടപെടലിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നലെ കണ്ടു മാതാപിതാക്കളുമായിട്ട് ശത്രുത ഉള്ള മക്കളുടെ അവസ്ഥ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന മക്കൾ. കുടുംബത്തോടുള്ള ഒരു ബന്ധം, അത് നമ്മുടെ മക്കളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വലിയൊരു സംരക്ഷണമാണ്. നമുക്കറിയാം, കുടുംബം, മാതാപിതാക്കള്, സഹോദരങ്ങള്, മക്കള്, നമ്മുടെ കുടുംബാംഗങ്ങള് ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ഭക്ഷിച്ച്, ഒരുമിച്ച് പങ്കുവെച്ച്, ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം, അതാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പല മക്കൾക്കും വീടിനോടൊരു ബന്ധമില്ല, കുടുംബത്തോട് ബന്ധമില്ല, വീട്ടിൽ വരാൻ താല്പര്യമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള വലിയൊരു ആഗ്രഹം. ഇത് നമ്മുടെയൊക്കെ മക്കളുടെ കുടുംബത്തിന്റെ നാശത്തിന്റെ വലിയൊരു കാര്യമാണ്. മാതാപിതാക്കളോട് സ്നേഹമില്ല, സഹോദര ബന്ധത്തില് സ്നേഹമില്ല, സ്വാർത്ഥത, വെറുപ്പ്, വിദ്വേഷം, അവരുടെ ലോകം വേറെ കൂട്ടുകെട്ട്. രാത്രി പോലും വീട്ടിൽ താമസിക്കാത്ത അനേക മക്കൾ. അതുകൊണ്ട് കുടുംബം എന്ന് പറയുമ്പോ അതിന്റെ ഒരു സുരക്ഷിതത്വം. നമുക്കറിയാം, ഇങ്ങനെ പറയില്ലേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും, ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഇന്ന് ഒരുമിച്ചുള്ള പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിന് പല കാരണങ്ങളുണ്ട്. മക്കൾ പഠിക്കാൻ പോകുന്നു, ഇവിടെയുള്ള മക്കളാണെങ്കിൽ തന്നെ അവര് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരത്തുള്ളൂ, ദൈവമായിട്ട് ബന്ധമില്ല. അങ്ങനെ ഒരു അവസ്ഥ, കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങൾ. ഇനി രണ്ടാമത്തെ വലിയൊരു തകർച്ചയുടെ മേഖലയാണ് ഒരുമിച്ചുള്ള ഭക്ഷണമില്ല. അടുക്കള. അടുക്കളയൊക്കെ പറയുമ്പോ അമ്മ മക്കള് ഒരുമിച്ച് കൂടി അരിയുന്നു, അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നു, അതിനുശേഷം ഒരുമിച്ച് ഭക്ഷിക്കുന്നു, ആ സമയത്ത് സംസാരിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത്, ഒരുമിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. അതിന്റെ ഒരു ഐക്യം വളരെ വലുതാണ്, ഇത് വേറെയാണ്. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലും ഭക്ഷണം ഒരുമിച്ച് കഴിക്കലില്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മക്കൾക്ക് വേണ്ട. ഇന്ന് പല മക്കളും ഓർഡർ ചെയ്യുന്നു, വരുത്തുന്നു, മുറിയിലിരുന്നു ഭക്ഷിക്കുന്നു. ഒരുമാതിരി ഒരു വേറിട്ട ജീവിതം. എല്ലാവർക്കും ഒരേ മുറി, ആ മുറിയിൽ അവിടെ ഒരു പ്രൈവറ്റ് ലോകം, മൊബൈല്, ഗെയിമുകള്, ഫുഡ് ഓർഡർ ചെയ്യുന്നു, അവിടേതായ ലോകത്ത്. ഈ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയെ കുറിച്ച് പറയുമ്പോ അമേരിക്കയുടെ അല്ലെങ്കിൽ യൂറോപ്പിന്റെ ഒക്കെ കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള കാരണം ഒരുമിച്ചുള്ള പാകച്ചയിലും അടുക്കള, ഒരുമിച്ചുള്ള ഡൈനിങ് ടേബിൾ, ഒരുമിച്ചുള്ള ഭക്ഷണം ഇല്ലാതായി. അതാണെന്ന് പറയാ ഒത്തിരി പഠനങ്ങൾ തെളിയിച്ചൊരു കാര്യമാണ്. അത് നിന്നു, ഇതുപോലൊരു സംസ്കാരം വന്നു, ബന്ധങ്ങൾ അകന്നു, കുടുംബം തന്നെ വളരെ തകർച്ചയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ സുരക്ഷിതത്വം. നമുക്കറിയാം, നമ്മുടെ എല്ലാ വീടുകളും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങളാണ്. ആ ഹൃദയമാകുന്ന കോട്ടയ്ക്കുള്ളിൽ വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിക്കുമല്ലോ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് എനിക്ക് സംരക്ഷണം. ഈശോയുടെ തിരുഹൃദയമാകുന്ന കോട്ടയ്ക്കുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബത്തില് ഒരുമിച്ച് ജീവിക്കുമ്പോ ഭയങ്കരമായ സുരക്ഷിതത്വം നമ്മുടെ മക്കൾക്ക് ലഭിക്കും. ഇന്ന് വീട് വിട്ട് പടിയിറങ്ങിയാൽ നമുക്കറിയാം, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തില് ആ പെസഹ ആചരിക്കുമ്പോ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രിതമാക്കപ്പെട്ട കുടുംബങ്ങളെ സംഹാര താണ്ഡവമാടുന്ന ദൂതന്റെ സംഹാരത്തിൽ നിന്ന് രക്ഷിച്ച ഒരു സംരക്ഷണമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തില് സംരക്ഷണം അതിനാൽ തന്നെ മക്കൾക്ക് നമ്മുടെ എല്ലാവർക്കും നൽകുന്നുണ്ട്. വീട് വിട്ട് പോയാൽ പിന്നെന്താണ്? സംഹാര താണ്ഡവമാടുന്ന ദൂതന്റെ സംഹാരത്തിൽ പെടും. ഇന്ന് നമ്മുടെ മക്കളുടെ തകർച്ച കാരണം വീട് വിട്ട് പടിയിറങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് പുറത്തു പോണു. വീട്ടിലെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയാൽ നമുക്കറിയാം, വീട്ടിൽ നിന്ന് പടിയിറങ്ങി കിട്ടിയ പിശാചിന് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ പെട്ടെന്ന് പറ്റും.
അതുകൊണ്ട് വീടുമായുള്ള ബന്ധം നമ്മുടെ മക്കൾക്ക് വേണം. ചില മക്കളുണ്ട് വിദേശത്ത് അല്ലെങ്കിൽ പുറത്ത് പോയാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് ഓൺലൈനിലൂടെയും വീഡിയോ കോളിൽ വന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ എനിക്കറിയാം. കൊന്തയുടെ സമയത്ത് ഒരുമിച്ച് വരും, കൊച്ചു ദൂരത്താണ്, വിദേശത്താണ്, ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പോകുന്ന കുടുംബങ്ങൾ, അതൊക്കെ വേണം. കുടുംബത്തിന്റെ ഐക്യം, കുടുംബത്തിന്റെ കൂട്ടായ്മ, കുടുംബത്തിന്റെ പ്രാർത്ഥന, കുടുംബത്തിലെ ഭക്ഷണം, ഈ ഒരു കൂട്ടായ്മ സംരക്ഷിക്കപ്പെടേണ്ടത് വലിയ ആവശ്യമാണ്. പ്രഭാഷണ പുസ്തകത്തില് 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവിൻ. ഇവിടെ പറയാണ് സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. അതായത് സുരക്ഷിതത്വം പ്രധാനപ്പെട്ട കാര്യം. അതിന് പറയുന്ന കാര്യമാണ് മക്കൾ പിതാവിനെ ബഹുമാനിക്കണം. അമ്മയ്ക്ക് മക്കളുടെ അവകാശമുണ്ട്. അപ്പനോടുള്ള ബഹുമാനത്തില് അമ്മയുടെ അവകാശം അംഗീകരിച്ച് മക്കള് ആ കുടുംബത്തോട് ചേർന്ന് നിന്ന് ജീവിച്ചാലാണ് എന്തുണ്ടാവത്തുള്ളൂ? സുരക്ഷിതത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കുടുംബത്തോട് ചേർന്ന് നിൽക്കുക. അത് മക്കള് മാത്രം ചിന്തിച്ചാൽ പോരെ കേട്ടോ. മാതാപിതാക്കള് കുടുംബത്തില് ഇരിക്കുമ്പോ ആ മക്കളെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ചില കാരണന്മാരുണ്ട്. എപ്പോഴും എണ്ണിപ്പറക്കലും പെറുപെറുക്കലും കുറ്റപ്പെടുത്തലും പിള്ളേരെ വെറുപ്പിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പ്രവൃത്തി ഉണ്ടാകുന്നത് മക്കൾക്ക് കുടുംബത്തിലേക്ക് വരാൻ തോന്നണം. ചില അപ്പന്മാരും മദ്യപാനം, ഒച്ചപ്പാട്, കുടുംബത്തില് ഭാര്യ ഭർത്താവ് അപ്പനമ്മ തമ്മിൽ കലഹം, അങ്ങനെ വരുമ്പോൾ വീട്ടിലേക്ക് തോന്നില്ല. ഇന്ന് നമ്മള് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പരിശോധിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധം, അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇത് കുടുംബം നിങ്ങൾക്ക് സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ക്ഷമയുടെ, കരുണയുടെ, ഐക്യത്തിന്റെ ഒരു ഇടമാണ്. നമ്മുടെ മക്കള് രക്ഷപ്പെടുത്തും. വീട്ടിൽ നിന്ന് പോയെന്ന് നോക്കിയോ, വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ മക്കളാണ് ഈ തിന്മയ്ക്ക് അടിമ. അതുകൊണ്ട് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ് കുടുംബത്തിൽ നിന്ന് പടിയിറക്കി കൊണ്ടുപോകാം. അങ്ങനെ കിട്ടിപ്പോ ഈശോയും സ്ലീഹന്മാരും ബലിയർപ്പിച്ചു, അന്ത്യത്താഴം. അത് കഴിഞ്ഞപ്പോ യൂദാസ് പടിയിറങ്ങിപ്പോയി. അവൻ ആ ഭവനം വിട്ട് പുറത്തേക്ക് പോയപ്പോ പിശാചി അവനെ കൊണ്ടുപോയി തങ്ങളുടെ നാശത്തിലേക്കും ഒറ്റിക്കൊടുക്കലിലേക്കും അവസാനം ആത്മഹത്യയിലേക്ക് അവനെ നയിച്ചു. വീട്ടിൽ നിന്ന് പടിയിറങ്ങി കിട്ടിയ പിശാചി കയറും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പിശാചിന്റെ വലിയൊരു കെണിയാണ് കുടുംബത്തിൽ നിന്ന് പടിയിറക്കുക, വീട്ടിൽ നിന്ന് പടിയിറക്കുക. അതുകൊണ്ട് വീട് ഒരു സംരക്ഷണമാണ്, വീട് ഒരു അഭയസ്ഥാനമാണ്, വീട് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ആ കുടുംബത്തില് ബന്ധപ്പെട്ട് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഈ ബന്ധത്തിൽ അകന്നുപോയ നമ്മുടെ മക്കളെ നമുക്ക് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കള് വീട് വിട്ട് പടിയിറങ്ങി പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണം. മാതാപിതാക്കൾ പ്രത്യേകം ചെയ്യണം. മാത്രമല്ല, ഇനി അങ്ങനെയുള്ള മക്കൾ എന്ത് വന്നാലും വീട് വിട്ട് പടിയിറങ്ങി കണ്ണിക്കണ്ടവന്റെ പിന്നാലെ, നമുക്കറിയാം അനേക മക്കള് കണ്ണിക്കണ്ടവന്റെ പിന്നാലെ വീട് വിട്ട് ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരുമിച്ച് പല വീടുകളിൽ പോയി താമസിക്കുന്നു, ഓവർനൈറ്റ് സ്റ്റേ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കള് പല വീടുകളിൽ പോയി രാത്രിയൊന്നും പോയി ഓവർനൈറ്റ് താമസിക്കരുത്. നമ്മുടെ വീട് എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ വരിക, നമുക്ക് സുരക്ഷിതമായ ഭവനത്തിൽ താമസിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതുമാട്ടെ ഈ ഒരു തലത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു കുടുംബ ബന്ധം, ഒരു വീട് ബന്ധം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയൊരു ജ്ഞാനവും പ്രകാശവും നിറയട്ടെ. വീട് വിട്ട് പോകാൻ മനസ്സുകൊണ്ട് പോലും വീടിനെ വെറുത്ത് വീട് വിട്ടു പോകാൻ മക്കൾക്കിടയാകാത്ത വിധം നമ്മുടെ കുടുംബം ഗൃഹാതുരത്വം കൂടുമ്പോൾ ഇമ്പമുള്ള സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ഐക്യത്തിന്റെ ഭവനമായിട്ട് മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാല സന്നദ്ധിയില് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വീടുകളെ, നമ്മുടെ പ്രിയ മക്കളെ, മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് കർത്താവ് നാഥനായി വസിക്കുന്ന കുടുംബത്തിൽ സ്നേഹത്തോടെ, ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ക്ഷമിക്കാനും, സഹിക്കാനും, സ്നേഹിക്കാനും, ചേർത്ത് പിടിക്കാനും അതിലേറെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എന്താണ് ഐക്യത്തിന്റെ അടിസ്ഥാനം? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം ഒരുമിച്ച് മുന്നേറും, ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബം ഒരിക്കലും ഒരു പിശാചിനും ഒരു തിന്മയ്ക്കും കീഴ്പ്പെടുത്തി നശിപ്പിക്കാൻ സാധ്യമല്ല. മുപ്പരി ചരട് പൊട്ടിക്കാൻ സാധ്യമല്ല. ഒരുമിച്ച് നിൽക്കുന്ന കുടുംബത്തെ തകർക്കാൻ ഒരു പിശാചിനും പറ്റില്ല, ഒരു ലോകാരൂപിക്കും പറ്റില്ല, ഒരു തിന്മയ്ക്കും പറ്റില്ല. ഇന്ന് തകർക്കപ്പെട്ടതും തോൽപ്പിക്കപ്പെട്ടതും
ഈ ഒരുമ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിലാണ് എന്നുള്ള സത്യം 29 വർഷത്തെ പൗരോഹിത്യ അനുഭവത്തിൽ നിന്ന് സത്യമായും പറയാനും പ്രഘോഷിക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല. അതാണ് സത്യം. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് മാറിയത് ഞങ്ങളുടെ കൂടെ വസിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാൻ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങള് അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങളാണ്. ദിവ്യകാരുണ്യ അങ്ങ് തുറക്കപ്പെട്ട ഹൃദയത്തോടെ കരുണയോടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആ തിരുഹൃദയത്തില് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഫൗസ്റ്റീന, കരുണയുടെ പ്രവാചികയായ മകൾ പ്രാർത്ഥിച്ചില്ലേ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ എന്ന്. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിലായിരിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് സഹിച്ച്, ഒരുമിച്ച് സ്നേഹിച്ച്, ഒരുമിച്ച് ക്ഷമിച്ച്, ഒരുമിച്ച് ചേർത്ത് പിടിച്ച്, കർത്താവെ മുപ്പിരി ചരട് പൊട്ടാത്ത പോലെ ബന്ധത്തില് ഐക്യപ്പെട്ട് നിൽക്കാൻ ഞങ്ങൾക്കിടയാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. അതിന് അങ്ങയുടെ സ്നേഹവും കരുണയും ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ ജീവന്റെ സമൃദ്ധി ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് അങ്ങ് തന്നെ ഞങ്ങളെ ചേർത്ത് പിടിക്കണം. ഞങ്ങളുടെ കുറവുകള്, ബലഹീനതകള് കർത്താവ് ഒത്തിരിയേറെയുണ്ട്. അതെല്ലാം ക്ഷമിക്കാനും, അതെല്ലാം സഹിക്കാനും, അതെല്ലാം ചേർത്ത് പിടിക്കാനും കർത്താവെ വേണ്ട കൃപയും അനുഗ്രഹവും അങ്ങ് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. കുടുംബം വിട്ട് പടിയിറങ്ങി പോയ മക്കള്, ഇന്നലെ മാതാപിതാക്കളുടെ ശത്രുതയിലേക്ക് വന്ന മക്കളെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ണീരോടെ നൂറുകണക്കിന് അമ്മമാരും അപ്പന്മാരുമാണ് മെസ്സേജ് വിട്ട് കമന്റിലൂടെ വ്യക്തിപരമായി വിളിച്ചൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടത്. കർത്താവേ, അകന്നു പോയ ബന്ധങ്ങള്, കുടുംബത്തോട് ശത്രുത, ബന്ധമില്ലായ്മ, മാതാപിതാക്കളുടെ ശത്രുത, ബന്ധമില്ലായ്മ, പിശാചിന് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങയുടെ സംരക്ഷണം നൽകുന്ന വീടുകളെ, കുടുംബങ്ങളെ അതുപോലെ വിലമതിച്ച് അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രിതമാക്കപ്പെട്ട കുടുംബങ്ങൾ എന്ന പോലെ അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങളെ അങ്ങ് സംരക്ഷിച്ചു പിടിക്കുമ്പോ ആ കുടുംബം വിട്ട് പടിയിറങ്ങി പോകാൻ കർത്താവേ ഞങ്ങൾക്കിടയാകല്ലേ. യുദാസിനെ പോലെ വീട് വിട്ട് പടിയിറങ്ങിപ്പോയി പിശാചിനെ പിടിപ്പെടാൻ ഇടയാകാത്ത വിധം ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മയും നമ്മുടെ വീടിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഈശോ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ. വീണ്ടും ഞങ്ങളെ ഐക്യപ്പെടുത്തണം. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ആ തിരുഹൃദയ സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട് നിറച്ച് ആ സ്നേഹത്തിൽ ഞങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കണമേ, പുനഃപ്രതിഷ്ഠിക്കണമേ, പുനരൈക്യപ്പെടുത്തണമേ. അകന്നു പോയ മക്കളെ അങ്ങ് തന്നെ തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങളുടെ ഒരു മകനും ഒരു മകളും ഒരു കുടുംബാംഗങ്ങളും അകന്നു പോകാൻ ഇടയാകരുത്. മാതാപിതാക്കള് പരസ്പര സ്നേഹത്തില്, ഭാര്യാഭർത്തൃ ബന്ധത്തില്, ഐക്യത്തിൽ ജീവിച്ച മക്കൾക്ക് നല്ല മാതൃക കൊടുക്കട്ടെ. കുടുംബം ഞങ്ങളുടെ മക്കൾക്ക് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, എന്തുണ്ടായാലും ഓടി വരാൻ പറ്റുന്ന ഒരു അഭയ കേന്ദ്രമായിട്ട് മാറട്ടെ. കൃപയുടെ ഭവനങ്ങളായി തീരട്ടെ. കൃപ നിറയട്ടെ, സമാധാനം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. ഞങ്ങളുടെ ഒരു മകനും ഒരു മകളും വീട് വിട്ടിറങ്ങി സാത്താന്റെ പിടിപ്പെട്ടു പോകാനിടയാകാത്ത വിധം വീടിന്റെ സംരക്ഷണത്തില്, കുടുംബത്തിന്റെ സംരക്ഷണത്തില്, തിരുഹൃദയത്തിന്റെ ഉള്ളില് ഞങ്ങളുടെ മക്കളെല്ലാവരും എന്നും വസിക്കട്ടെ.
വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ക്രമങ്ങളും ചൊരിഞ്ഞ് കുടുംബമാകുന്ന ഐക്യത്തില്, വീടാകുന്ന കോട്ടയ്ക്കുള്ളില് ഹൃദയത്തിൽ വസിക്കാൻ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ കൃപയും അനുഗ്രഹവും ഈ ആശീർവാദത്തിലൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, മക്കളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ, വലിയ പ്രാർത്ഥനയിൽ എല്ലാവരും ആയിരിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കണം. അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി ഷെയറിങ് നടക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടാണ്. കാരണം വാട്സപ്പ് ഒക്കെ ഒത്തിരി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്, ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ട് എല്ലാ ദിവസവും ഡെയിലി ഷെയറിങ് കിട്ടുന്ന മക്കള് നിർബന്ധമായിട്ടും നിങ്ങൾ തന്നെ യൂട്യൂബ് ചാനലിൽ നിന്ന് നേരിട്ട് നിങ്ങൾ കാണുന്ന രീതിയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഓപ്ഷൻ കൊടുക്കുക, മണി അടിക്കുന്ന ഓപ്ഷൻ കൊടുക്കുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കുക. അപ്പൊ കറക്റ്റ് രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും, ബെല്ലടിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾ നേരിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സാധിക്കുന്നിടത്തോളം അച്ഛൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പല ഷെയറിംഗ് ഗ്രൂപ്പുകൾ, ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുകളൊക്കെ ബ്ലോക്കായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ശുശ്രൂഷ മുടങ്ങാതെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും പറയാം, മക്കൾക്ക് അയച്ചു കൊടുക്ക്. ഇന്നലെ അമ്മച്ചിമാരെ പറയുന്നു, ഈ ടോക്ക് മക്കൾക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുമ്പോൾ ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ കൊച്ചിന്റെ മാലാഖമാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ യോസേപ്പിതാവിന്റെ ഒക്കെ മധ്യസ്ഥ യാചിച്ച് ജപമാലയൊക്കെ ചൊല്ലി കരുണക്കൊന്തൊക്കെ ചെല്ലിട്ട് വേണം അയച്ചു കൊടുക്കാൻ. ഇന്നലെ അമ്മച്ചി പറയാ, ഇങ്ങനെ ഒരു ദിവസം അയച്ചത് മോള് പറഞ്ഞു, ഈ ചപ്പ് ചവറ് സാധനം എനിക്ക് അയച്ചു തരരുതെന്ന്. മക്കൾക്ക് ഇതൊക്കെ ചപ്പ് ചവറായി തോന്നും. ആ ലോകാരൂപയുടെ അവസ്ഥ കണ്ടോ? അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം മക്കൾക്ക് ഈ ടോക്കുകളും ഈ ശുശ്രൂഷകളും അയച്ചു കൊടുക്കാൻ. കാരണം ഇത് സാത്താനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ധ്യാനം നാളെ ആരംഭിക്കുകയാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുക. ഇനി ബുക്ക് ചെയ്തില്ലേലും നിങ്ങൾ ധൈര്യമായിട്ട് പോരാ കേട്ടോ. അപ്പൊ നാളെ തുടങ്ങുന്ന ധ്യാനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും അച്ഛൻ സ്വാഗതം ചെയ്യാണ്. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. നടുവേദനയൊക്കെ മാറി വരുന്നുള്ളൂ. നല്ലൊരു ക്ഷീണമുണ്ട്, നല്ല വേദനയുണ്ട്. എന്നാലും കർത്താവ് നമ്മളെ നയിക്കും. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാർമൽ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെയും നമ്മെല്ലാവരെയും, നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും